എങ്ങനെയുണ്ട് മൂവി? കുഴപ്പമില്ല, ഓക്കെ ആണ്, വലിയ സ്റ്റോറി ബേസ്ഡ് ഒന്നുമല്ല. ഇത് 3 മണിക്കൂർ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഓക്കെ ഓക്കെ, പൃഥ്വിരാജൊക്കെ കുഴപ്പമില്ല. ഫൈറ്റ് സീൻ ഒക്കെ ഉണ്ട്, കോമഡി സീനൊന്നുമില്ല, കുഴപ്പമില്ല. എനിക്ക് പേഴ്സണലി വർക്കായില്ല. എങ്ങനെ? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലടാ, ഫസ്റ്റ് ഹാഫ് ഉള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് എന്തൊക്കെ പെട്ടെന്ന് ഒരു തൃപ്തിയല്ല പടം. കുഴപ്പമില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഒരു ക്ലൈമാക്സ് ഒക്കെ അല്പം കൂടെ നന്നാക്കായിരുന്നു. എന്തൊക്കെ സിനിമ തീക്കാൻ വേണ്ടി ചെയ്തതുപോലെ ഇപ്പോൾ 3 മണിക്കൂർ രണ്ടും കൂടുതല. കുഴപ്പമില്ല, ഒരു തവണ കാണാമെന്നേ ഉള്ളൂ. ഒരു തൃപ്തിയില്ല. കാണാം, കുഴപ്പമില്ല, റോള് കൊള്ളാം. പക്ഷേ അല്പം കൂടെ ഒരു ഇത് നന്നാക്കായിരുന്നു. സ്റ്റോറി അല്പം കൂടെ സെക്കൻഡ് ഹാഫ് അല്പം കൂടെ ബെറ്റർ ആക്കായിരുന്നു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു, അത്രേ ഉള്ളൂ. ഒരു 50-50 അത്രേ ഉള്ളൂ. പൃഥ്വിരാജ് കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് ഒക്കെ നന്നായിരുന്നു. എടാ കൊള്ളാം, വലിയ നമ്പറായിട്ടാണ്. ഒരു നോവൽ ടൈപ്പല്ലേ, നമുക്ക് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാം. ആവറേജ് ആണ്. പിന്നെ പൃഥ്വിരാജും ഷമിതയിലും അടിപൊളിയായിരുന്നു. അവർ രണ്ടുപേരാണ് മെയിൻ. കണ്ടുകൊണ്ടിരിക്കാം. വലിയ എനിക്ക് അങ്ങനെ എന്തോ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുഴപ്പമില്ല ഏട്ടാ. പുഷ്പ വെച്ച് നോക്കുകയാണെങ്കിൽ പുഷ്പ 2 ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. കുഴപ്പമില്ല, വൺ ടൈം പാസ്. നന്നായിട്ട് പൃഥ്വിരാജ് തിലകനൊക്കെ നന്നായിട്ട് അഭിനയിച്ചില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പോരാ. അതായത് BGM കൊള്ളാം, പിന്നെ സിനിമാറ്റോഗ്രാഫി കൊള്ളാം. ബട്ട് എൻ്റെ അതാ ഒരു ഒറിജിനൽ കഥയായ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എഴുതിയൊരു കഥയായ കൊണ്ടായിരിക്കാം മൊത്തത്തിലേക്ക് ഞാൻ പറ്റിയില്ല. മൂഞ്ചിയ പടം, തീട്ട കഥയും തീട്ട പടവും. കുഴപ്പമില്ല, കൊള്ളാം, നല്ല പടം തന്നെയാണ്. അപ്പോൾ ആക്ഷൻ സീൻസ് തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ്, സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വാശിയും പോരുമായിട്ടുള്ള നല്ല സിനിമയാണ്. ഇല്ല, നോവൽ വായിച്ചിട്ടില്ല. നല്ല പടം തന്നെയാണ്. എല്ലാവരും പറയും സെക്കൻഡ് ഹാഫ് മോശമൊന്നുമല്ല, നല്ല പടം തന്നെയാണ്. ഫസ്റ്റ് ഹാഫിനെക്കാളും ഒരു ഇതായിരുന്നു സെക്കൻഡ് ഹാഫ്. കൊള്ളാം, നല്ലതായിരുന്നു. ആക്ച്വലി ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു എൻഗേജ്മെൻറ്റ് സെക്കൻഡ് ഹാഫിൽ തോന്നിയില്ല. ഞാൻ നല്ലൊരു പൃഥ്വിരാജ് ഫാനാണ്, പക്ഷേ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ച് അനാവശ്യ സീനുകളൊക്കെ ഒഴിവാക്കായിരുന്നു. പക്ഷേ ബുക്കിൻ്റെ ബേസ് ചെയ്താണല്ലോ, അതുകൊണ്ട് തന്നെ ഒന്നും പറയില്ല. ഓവറോൾ ഒരു എബോവ് ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പറയാൻ പറ്റില്ല. പുഷ്പയായിട്ട് എനിക്ക് അങ്ങനെ ഒരു സാമ്യമൊന്നും തോന്നിയില്ല. പുഷ്പ വേറൊരു രീതി, ഇത് വേറൊരു രീതി. ഇത് ഒരു കുറച്ചുകൂടെ ക്ലാസിക്കായിട്ടാണ്, മാസമുണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, പക്ഷേ ആ ഒരു ഗ്രിപ്പ് സെക്കൻഡ് ഹാഫിൽ തരാൻ പറ്റിയില്ല. പടം കൊള്ളാം, നല്ല പടമാണ്. ഇതിൻ്റെ റൺ ടൈം കുറച്ച് നീണ്ടുപോയി, ചെറിയൊരു ഇച്ചിരി ഒന്ന് വലിച്ച് നീട്ടിയത് ഒഴിച്ചു കഴിഞ്ഞാൽ പടം നല്ല മേക്ക് ആയാലും പൃഥ്വിരാജ് ആയാലും മറ്റേ പുള്ളിക്കാരി ആയാലും എല്ലാവരും നല്ല പെർഫോമൻസ്, നല്ല പടം. പുഷ്പയായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കമ്പയർ ചെയ്യാം. അതല്ലാതെ ലൈക്ക് നൈസ് എനിക്കങ്ങനെ എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ റൺ ടൈം 2 മണിക്കൂർ 53 മിനിറ്റ് അത് കുറച്ച് കൂടിപ്പോയി. ജെയ്ക്സ് ബിജോയ് ആസ് യൂഷ്വൽ പണി വെച്ചിട്ടുണ്ട്, അടിപൊളിയായി. നല്ല പടമായിരുന്നു കേട്ടോ. നൈസാണ്, എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുന്ന സെറ്റപ്പ് മൂവിയാണ്. ഓക്കെ, പൊളിയാണ്. പൃഥ്വിരാജിന് നല്ല മാസ് സാധനം. പക്ഷേ പടയാണ് സംഗതി ഉഷാറായിട്ടുണ്ട്. മാസ് പടം തന്നെയാണ്, എല്ലാവർക്കും വന്ന് കാണാൻ ത്രില്ലറിങ് പടമാണ്. ഏതാണ്? പൊളിച്ചു